അമ്മ എനിക്ക് മതി. ഈ ഒരു ദോശ കഴിക്കും മോനെ. ഒരുപാട് കഴിച്ചു, മതിന്നേ. എന്റെ നമ്പറൊക്കെ ഇപ്പോഴും ഉണ്ടോ? ഡിലീറ്റ് ചെയ്ത് കാണുമെന്ന് വിചാരിച്ചു. എന്റെ നമ്പറൊക്കെ ഇപ്പോഴും ഉണ്ടോ? ഡിലീറ്റ് ചെയ്ത് കാണുമെന്ന് വിചാരിച്ചു. എന്താ ഡിലീറ്റ് ചെയ്യാത്തെ? എന്റെ ഒരു ഭാഗം കണ്ടിട്ട് മാത്രം ഇന്നസെന്റ് എന്ന് വിചാരിക്കണ്ട. ഹലോ, ഇനി ഇതൊക്കെ ഓർമ്മയുണ്ടോ? കുഴപ്പമില്ലല്ലോ. അത് മറക്കാൻ പറ്റുന്ന വിഷയമാണോ? ആ ദിവസം, ആ രണ്ട് ഭാഗത്തെ കഥ, ആ ടീനേജ് പെൺകുട്ടി. മറ്റൊന്നും കൂടി പറയട്ടെ. എ ഗിഫ്റ്റ് ടു മൈ സീക്രട്ട് ലവർ. ആ ബുക്ക് പബ്ലിഷ് ആയതും തെരഞ്ഞു കണ്ടുപിടിച്ച് വാങ്ങി പഠിച്ചു. മുഴു കഥയും അറിയാൻ വേണ്ടി ആഗ്രഹത്തില്. എന്തൊരു റൈറ്റിംഗ് ആണ്, ചാൻസേ ഇല്ല. എല്ലാവരുടെ ജീവിതത്തിലും അങ്ങനെ ഒരാൾ ഉണ്ടാവുമല്ലേ? അറിയാത്ത വയസ്സ്, അങ്ങനെയും കൂടി പറയാൻ പറ്റില്ല. ഒന്നും അറിയാതെ 5 വയസ്സിൽ വരുന്ന, എന്താ പറയുക, നിഷ്കളങ്കമായ ആ പ്രേമവും മനോഹരമല്ലേ? പക്ഷേ ആ പ്രേമം അവളെ അതുപോലെയൊക്കെ ചെയ്യിപ്പിക്കുമെന്ന് ഞാൻ വിചാരിച്ചതേയില്ല. അറ്റ്ലീസ്റ്റ് അവൻ മുന്നിലെങ്കിലും പോയി നിന്നിരിക്കാം. അങ്ങനെ ഒരുത്തി ഉണ്ടായിരുന്നെന്ന വിവരം തന്നെ അവൻ അവസാനം വരെ അറിയാതെ പോയി. എനിക്ക് പഠിച്ചപ്പോ 2 ഡൗട്ട് ഉണ്ടായിരുന്നു. ചോദിക്കട്ടെ? കേട്ടോളൂ. അത്രയും കോസ്റ്റ്ലി ആയി മൊബൈൽ വാങ്ങിക്കൊടുക്കാൻ അവൾക്ക് എവിടെ നിന്നാണ് കാശ്? അതിനർത്ഥം നിങ്ങൾ കഥ ശരിക്ക് വായിച്ചില്ല. ഒരുപാട് ചോദ്യങ്ങളുടെ ഉത്തരം നമ്മുടെ കണ്ണിന്റെ മുമ്പ് തന്നെ ഉണ്ടാവും. പക്ഷേ അതാണ് ഉത്തരമെന്ന് നമുക്കപ്പം മനസ്സിലാവില്ല. വീണ്ടും ഒരിക്കൽ വായിച്ചു നോക്ക, അപ്പം മനസ്സിലാവും. തീർച്ചയായും. പിന്നെ ഒരു ചെറിയ റിക്വസ്റ്റ്. എന്താ? ഓത്തർ സൈൻ ചെയ്ത കോപ്പി കിട്ടുമോ? അതിനെന്താ, തരാലോ. is currently not reachable. Please try again later. The number you are trying to call is currently not. The number you are trying to call is. ഹേയ്, നീ എവിടെയാണ്? 2 ദിവസമായിട്ട് കാണാനും പറ്റുന്നില്ല. ഫോൺ വിളിച്ചാൽ റീച്ചും ആവുന്നില്ല. ഞാൻ പറഞ്ഞതല്ലേ, ഞാൻ എൻ്റെ സെക്കൻഡ് നോവൽ റിസർച്ചിലാണെന്ന്. ശരി, ഓക്കെ. ഞാൻ നിന്റെ റൂമിന്റെ പുറത്താണ്. ഒന്ന് വേഗം വാ. എനിക്ക് കുറച്ച് ലേറ്റ് ആവും. നീ പോയിക്കോ, നമുക്ക് നാളെ മീറ്റ് ചെയ്യാം. ഇല്ല, കുഴപ്പമില്ല, ഞാൻ വെയിറ്റ് ചെയ്യാം. നീ പറ്റുന്നോളം ഒന്ന് വേഗം വാ. നാളെ മീറ്റ് ചെയ്യാം. ഹലോ ഹലോ ഹലോ.
ഐ റൈറ്റ് വാട്ട് ഐ സീ. നിങ്ങൾ മനസ്സിലുണ്ടാവുന്ന ഭാവനയെ വിശ്വസിക്കോ അതോ കണ്ണിൽ കാണുന്ന സത്യം വിശ്വസിക്കോ? വെറുതെ ഒരു റൂമിലിരുന്ന് ആലോചിച്ച് എഴുതുമ്പോഴേ അത് വെറും വാക്കുകളായിരിക്കും. ഒരു അന്വേഷണം വേണം. അതുണ്ടെങ്കിലേ നമ്മുടെ കഥയിൽ സത്യത്തിനോടൊപ്പം ഒരു ജീവനും ഉണ്ടാവുള്ളൂ. ഏയ്, ഇത്രയും നേരം വെയിറ്റ് ചെയ്യായിരുന്നു നീ? എവിടെയാ പോയിരുന്നേ? എന്റെ ബുക്കിന് വേണ്ടി റിസർച്ച് ചെയ്യാൻ ഫീൽഡ് വർക്ക്. എല്ലാം ഇതിനു വേണ്ടിയല്ലേ? വാട്ട് ദ ഫ ഏയ്, ഇതൊക്കെ നിനക്ക് എങ്ങനെ? ലുക്ക് പ്രശാന്ത്, ഇതിനെക്കുറിച്ചൊക്കെ നിന്റെ അടുത്ത് പറയണ്ടെന്നൊന്നുമില്ല. പക്ഷെ പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവാന്നുള്ള പേടിയില്ല ഞാൻ. മഴ വരും തോന്നുന്നു, നമുക്ക് അകത്തിരുന്ന് സംസാരിക്കാം. കയ്യെടുക്കടി. തൊട്ടുപോരെ തന്നെ ഇതുപോലത്തെ ഒരു കൈ കൊണ്ട്. എന്താ പറഞ്ഞ? ഒന്ന് നിർത്തി. കണ്ടവന്റെ കൂടെ കടന്നിട്ട് വന്നിട്ട് 10 വേഷം ഇടുകയാണോ? പ്രശാന്ത്, ഇതൊക്കെ ഞാൻ മറച്ചു വെക്കണമെന്ന് വിചാരിച്ചതല്ല. ഞാൻ പറയുന്നത് മനസ്സിലാക്കാനുള്ള മെച്ചൂരിറ്റി നിനക്കുണ്ടോ എന്ന് എനിക്കറിയില്ല. ഐ വാണ്ടഡ് ടു റൈറ്റ് എറോട്ടിക് നോവൽസ്. നീ നോക്ക, നമ്മൾ സംസാരിക്കുന്ന കാര്യത്തിന് പറയാൻ പോകുന്ന കഥയ്ക്ക് സെക്സ് ഒരു ടൂൾ, അത്രേ ഉള്ളൂ. ഇറ്റ്സ് ആർട്ട്, ഇറ്റ്സ് ജസ്റ്റ് പ്യൂർലി ആർട്ട്. പ്രശാന്ത്, എങ്ങനെയാടി കണ്ടവന്റെ കൂടെ കടന്നിട്ട് വന്നിട്ട് അതിന് ആർട്ട് എന്ന് പറയുന്നത്? ലുക്ക് പ്രശാന്ത്, പുറത്തുനിന്ന് നോക്കുമ്പോൾ ഇതൊക്കെ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നും. ഇൻഫാക്ട് ഇറ്റ്സ് ജസ്റ്റ് റിയലി സിമ്പിൾ. ലവും സെക്സും വേറെ വേറെയാണ്. നീ കണ്ടവന്റെ കൂടെ കടന്നിട്ട് വരും, അത് ഞാൻ മനസ്സിലാക്കണല്ലേ? സെക്സ് എന്ന് വെച്ചാൽ നിനക്ക് അത്രയും സിമ്പിൾ ആണല്ലേ? അമ്മയും അച്ഛനും പറഞ്ഞു വളർത്തിയതാണെങ്കിൽ അറിയായിരുന്നു. ഒരുപാട് സ്ട്രേഞ്ചേഴ്സിന് എൻ്റെ കഥയ്ക്ക് വേണ്ടി മീറ്റ് ചെയ്തിട്ടുണ്ട്, അവരുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. നിനക്കത് അറിയാലോ. അതുപോലെ ഈ കഥയ്ക്ക് വേണ്ടത് സെക്സ്. അതുകൊണ്ടാണ് ഞാനത് ചെയ്ത്. എന്നാലേ എൻ്റെ കഥയിൽ റിയാലിറ്റി മാത്രമല്ല ജീവനും ഉണ്ടാവുള്ളൂ. ഇത് വെറും സെക്സ് ആണ് പ്രശാന്ത്. ബട്ട് ഐ ലവ് യു. ഐ ലവ് യു ടു ദ കോർ. പ്ലീസ് ഒന്ന് മനസ്സിലാക്ക്. ഫക്ക് യുവർ ലോജിക്. എങ്ങനെ ലവും സെക്സും നിനക്ക് വേറെ വേറെയാണല്ലേ? നിഷ്കളങ്കമായ പ്രേമത്തിന്റെ മറ്റൊരു ഭാഗമാണ് കാമമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നീ പറഞ്ഞില്ലേ വലിയ ലിസ്റ്റ്, അതിന് മലയാളത്തിൽ ഒരു പച്ചയ്ക്ക് ഒരു പേരുണ്ട്. നിനക്ക് അറിയാമെന്ന് എനിക്കറിയാം. ഇനി നമ്മൾ തമ്മിൽ ശരിയാവില്ല. What? ഇതോടുകൂടി നിർത്തിയേക്കാം. Maybe ഞാൻ ചെയ്തത് തെറ്റാന്ന് വെച്ചോ? Fuck you. പ്രശാന്ത്, Maybe. പ്ലീസ് പ്രശാന്ത്, പ്രശാന്ത്. എനിക്ക് ഇവൻ ചെയ്തിട്ടുണ്ടാവില്ലെന്നാ തോന്നുന്നു രാമസ്വാമി. അതെ സാറേ, എനിക്ക് അവർ പറയുന്നത് സത്യമാണെന്നാണ് തോന്നുന്നത്. സുമേഷ് സാർ ഇങ്ങൊന്നേ. ഇന്നലെ രാത്രി ഞാൻ അവിടെ പോയിട്ടുണ്ടാവും. അയാളങ്ങ് കേക്കോടോ, ഒന്നും മിണ്ടാതിരിക്കേ. എന്തിനാടാ ഇപ്പൊ കരയുന്നത്? നീ എന്തെങ്കിലും ചെയ്തിട്ട് എന്നെയും കൊടുക്കലടാ. ഇന്നലെ നീ പറഞ്ഞമാര് മിണ്ടാതിരുന്നാ മതിയായിരുന്നു. എന്തൊക്കെയോ ചെയ്യാൻ പോയിട്ട് ഇതേ ഇപ്പൊ എവിടെ വന്ന് നിൽക്കുന്നുണ്ട് നമ്മള്. അവളെ ഞാൻ വിട്ടിട്ട് വന്നിട്ടില്ലെങ്കിൽ ഇപ്പൊ അവള് ജീവനോടെ ഉണ്ടായിട്ടുണ്ടാവുമല്ലേ? അവസാനം വരെ അവള് പറയാമെന്നത് ഞാൻ കേട്ടിട്ട് പോലും ഇല്ല. അവളുടെ മരണത്തിന് ഞാൻ തന്നെ കാരണമായില്ലടാ. എടാ, ഞാൻ അവളെ ആ വാക്ക് ഉപയോഗിച്ച് ചീത്ത പറഞ്ഞുകൊണ്ട് എനിക്ക് ഒരാഴ്ചയായിട്ട് ഉറക്കയില്ല. ഞാൻ അവളെ കാണാൻ പോയി, പക്ഷെ അവള് മരിച്ചു കടന്നിരുന്നു. സുന്ദരേശ, എന്നോട് ഇനി ആരും പൊറുക്കില്ലല്ലേ? സുന്ദരേശ, മിണ്ടാതിരിക്കടോ. Hey! Hey! Hey!